നമുക്കത് ഇളക്കി നോക്കാം. ജസ്റ്റ് ഒരു ഷാർപ്പായിട്ട് സംഭവം വെച്ച് ഞാൻ കുത്തി ഇളക്കി നോക്കുകയാണ്. അത് നമുക്ക് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒറ്റ വലിയ ഒറ്റയടിക്ക് വലിച്ചാൽ മതി അല്ലേ? FC ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറന്നുപോകല്ലേ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്ത് എന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വീട്ടിൽ ചെറുതായിട്ട് സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ. ഈ കാണുന്ന ഒരു ചുമരില് ചെറുതായിട്ട് ലിക്വിഡ് വാൾപേപ്പർ ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്റെ സുഹൃത്തുമാർ അന്വേഷിച്ചപ്പോൾ ഒരാൾ എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഇരിക്കൂരുള്ള ഉബേസ് അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ചെയ്യുന്ന രൂപം രീതി എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. വീഡിയോ നിങ്ങൾ മുന്നോട്ട് കണ്ടു നോക്ക്. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവരെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചു. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട്. ഇത് ചെയ്യാൻ പോകുന്നത് ഞാനാണ് കേട്ടോ. ഒരാളെയൊക്കെ കൂട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നല്ലൊരു കക്ഷി കൂടെ ഉണ്ട്. പക്ഷെ ഇത് ഞാൻ ചെയ്യും. പേടിച്ചാ? ഒരു പേടിയില്ല. ചെയ്യട്ടെ? ഒന്ന് ഞെട്ടി കുറച്ച്. ഓക്കെ, എന്താവട്ടെ. ഞാനിത് ഫുള്ളായിട്ട് ചെയ്യാനല്ലോ കേട്ടോ. ഇത് ഞാൻ പലയിടത്തും ഈ വർക്ക് കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ളത്. എന്നെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് മാത്രം. ബാക്കിയുള്ളത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെന്ന് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മിക്സിംഗിലേക്ക് കടക്കാം. കുറെ ചോദ്യങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ മനസ്സിലുള്ളത് പോലെ കുറെ ചോദ്യങ്ങൾ എന്റെ മനസ്സിലുണ്ട്. അത് ഞാൻ അതിന്റെ ഇടയിലൊക്കെ ചോദിക്കാം. ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നു, ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആ കാര്യത്തിൽ നമുക്ക് കിടക്കാം. ഓക്കെ, മിക്സിംഗിലേക്ക് പോവാണ്. ജസ്റ്റ് ഒരു കട്ടിയാണ്. ഇതിലേക്ക് നേരെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കട്ടി ഇടുക അല്ലേ? മൊത്തം കട്ടിയാണ്. ഓക്കെ, അടിപൊളി സാധനം കേട്ടോ. ഇതുണ്ടോ? ക്ലോത്ത് ആണ് മെയിൻ ആയിട്ട്. അത് ക്ലോത്ത് ആയിട്ട് വരുന്നത്. ഇത് നോക്കി നിങ്ങൾ ഇതാണ് സംഭവം കേട്ടോ. ഒരു ക്ലോത്ത്. ഇത് കാണുമ്പോൾ ഇത് ഒരിക്കലും നമ്മൾ എന്താ പറയാ ഇതിന്റെ മുകളിൽ പിടിച്ച് നിൽക്കുമെന്നല്ല ചുമരിൽ നിൽക്കുന്നു പറയാൻ പറ്റൂല. നോക്കട്ടെ. പക്ഷെ ചെയ്തിടത്തൊക്കെ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇത് ഫുൾ ആയിട്ട് ഇതിലിടുക. ഓക്കെ, അപ്പൊ ഇത് ഇതിന്റെ മിക്സിംഗ് എങ്ങനെയാ നമുക്ക് മനസ്സിലാവുക? ഏകദേശം 1 കിലോന് 6 ലിറ്റർ വെള്ളമാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ വരും അല്ലേ? ഓക്കെ, നമുക്കിങ്ങനെ ഇതാകുമ്പം ഇത് ഒരു നല്ല ലൂസ് ആവുന്നത്. നന്ന ലൂസല്ല, നന്ന ടൈറ്റ് ആകാൻ പാടില്ല. നോർമല് മീഡിയം ഒരു ഇതിൽ പിടിക്കണം അല്ലേ? ഇതിങ്ങനെ ഉണ്ടാവും. ഇത് നല്ലൊരു ഇതിൽ എന്താ ശരിക്കും ഇത് ഗമ്മുണ്ട്. ഇതില് ഗമ്മുണ്ട്, പിന്നെ ചെറിയൊരു കെമിക്കല്. അപ്പൊ ഈ കെമിക്കൽ വരുമ്പോ നമുക്ക് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇത് നമുക്ക് റൂമിലല്ല ചെയ്യുന്നത്. ഫ്രണ്ട്ലി ആണ്. നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ല. ഇതാണ് മിക്സിങ്. ഇങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അടിപൊളി. ഇത് നമ്മളെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളാണ് ചെയ്യുന്നത്. ഒന്ന് ഹലോ, സുധീർ. ആഹാ, ഓക്കെ. സുധീറിന്റെ മിക്സിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ പോലും മിക്സ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ചെയ്ത പോലെയല്ലാന്ന്. നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കണം. ഏകദേശം ആയിട്ടുണ്ട്. സംഭവം അടിപൊളി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റാണ്. എന്തായാലും ചെയ്തു നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. വളരെ സിമ്പിൾ ആണെന്നാണ് പറഞ്ഞത്. ഇത് നന്നായിട്ട് എന്താ പറയാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ടൂള് വരുന്നത്. ഈ ടൂള് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗ്ലാസ് ടൈപ്പ് ആണ്. പുറത്തുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന വേണ്ടിയിട്ട് ഇത് എടുത്തിട്ടുള്ളത്. വേറെ ഉണ്ട്, ടൂൾസ് വേറെ ഉണ്ട്. ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ എടുക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ചുമലിലേക്ക് കൊടുക്കുക. ഒന്ന് വലിക്കുക. ഇത് ഒരു സൈഡിലേക്കായിരിക്കും വലിക്കേണ്ടത്. ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അടിപൊളി കേട്ടോ. പരിപാടി അടിപൊളിയാ. നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിതിന്റെ റിമൂവ് ചെയ്തെടുക്കുന്നത് 2-3 വർഷം കഴിഞ്ഞ് റിമൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നത്? ഇത് വെള്ളം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ആ ടൂൾ വെച്ച് തന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. റിമൂവ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് വേറെ റൂമിലേക്ക് അപ്ലൈ ചെയ്യാം. ശരി, ജസ്റ്റ് വെള്ളം വേസ്റ്റ് ആയി പോയില്ല. ഇതിൽ വെള്ളം നനച്ചു കൊടുക്കുക. ഇതിൽ വെള്ളം അപ്ലൈ ചെയ്യാം. ഫ്രൈ ചെയ്തതിനു ശേഷം ആ ടൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് മെല്ലെ റിമൂവ് ചെയ്യാം. വെള്ളം ചേർത്തിട്ട് വീണ്ടും ലിക്വിഡ് പോലെ ആക്കാം. വീണ്ടും അപ്ലൈ ചെയ്യാം. ഇതേപോലെ പിന്നെ അപ്ലൈ ചെയ്യാം അല്ലേ? ഓക്കെ, ഇത് ചെറിയൊരു സ്ക്വയർ ഫീറ്റ് ആണ് ചെയ്തത്. ബാക്കിയുള്ള സ്ക്വയർ ഫീറ്റ് എന്തായാലും കാരണം ഞാനിത് ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാല് ഞാനും നടന്നു പോകും. ചെയ്യാൻ പറ്റുന്ന നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുണ്ടല്ലോ. അത് ബാക്കി അവര് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇത് ചെയ്യാൻ നല്ല രസമുണ്ട് കേട്ടോ. പരിപാടി ഇത് നിർത്താൻ തോന്നുന്നില്ല പരിപാടി. അടിപൊളി. ഇത് നമ്മൾ ഈ വെള്ളം തട്ടുന്ന ഭാഗത്തൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുമോ? ഫുൾ ടൈം വെള്ളം തട്ടുന്ന ഒരു ഏരിയയിൽ ഇത് ചെയ്യാൻ പാടില്ല. നമ്മളെ വീട്ടിന് പുറം വശത്ത് അങ്ങനത്തെ ഏരിയയിലൊന്നും ഇത് ചെയ്യണ്ട.
ബാക്കി എല്ലാ ഏരിയയിലും നമുക്ക് ചെയ്യാം. അതേപോലെ നമുക്ക് ഫൈഡുമേല് അപ്ലൈ ചെയ്യാം, ജിപ്സത്തിൽ അപ്ലൈ ചെയ്യാം, അതേപോലെ കാലിച്ചൊമരുമേല് നമ്മൾ പെയിന്റ് അടിക്കാണ്ടൊക്കെ തേച്ചതിന് ശേഷം ജസ്റ്റ് പ്രൈമർ അടിക്കാം. പ്രൈമർ അടിച്ചതിന് ശേഷം അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ പുട്ടിയിടുക അങ്ങനത്തെ ഒന്നും വേണ്ട, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഡയറക്റ്റ് ഇത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് എത്ര കളേഴ്സ് ഉണ്ട് നിങ്ങളെടുത്ത്? ടോട്ടല് 305 കളേഴ്സ്. ഇപ്പൊ നിലവിൽ നമ്മളത് സ്റ്റോക്ക് 54 കളേഴ്സ് ആണ്. അങ്ങനെയുള്ള അല്ലേ? ഓക്കെ. അത് ഓരോ ടൈപ്പ്, വൈറ്റ്, ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റില് ഗോൾഡ് വരുന്നുണ്ട്. അങ്ങനത്തെ മിക്സ് ചെയ്തിട്ട് അടിക്കാൻ പറ്റും നമുക്ക്? ചെയ്യാം, മിക്സ് ചെയ്തിട്ട് അടിക്കാം. 2-3 കളേഴ്സ് ഒക്കെ മിക്സ് ആക്കിയിട്ട് എല്ലാ കളേഴ്സും മിക്സ് ആക്കി ചെയ്യാം. ഓ അത് ശരി. ഇത് എത്ര നിങ്ങൾ വാറന്റി കൊടുക്കുന്നത്? 5 വർഷം വാറന്റി കൊടുക്കുന്നുണ്ട് ഈ സാധനത്തിന്. 5 വർഷത്തേക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഹൈടെക്കിന്റെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റാഫ് വന്നിട്ട് അതിന് ഇത് സൊല്യൂഷൻ കണ്ടെത്തും. ഈ 5 വർഷം ശരിക്കും 5 വർഷം നിൽക്കുള്ളൂ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, പക്ക ലൈഫായിട്ട് നിൽക്കും. നല്ല ലൈഫ്. അതിൽ കൂടുതൽ എന്തായാലും നമുക്ക് കമ്പനി വകയാണ് 5 വർഷം കൊടുക്കുന്നത്. ഓ ശരി. ഓക്കെ. സ്ക്വയർ ഫീറ്റ് എങ്ങനെ നിങ്ങൾ എടുക്കുന്നത് ശരിക്കും? ഇപ്പൊ 80 to 100. 80 മുതൽ 100. അതെങ്ങനെ സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ടാണ്? ചില ഏരിയ റിസ്ക് ഉള്ള ഏരിയ ഉണ്ടാവും, ചില മോഡലുള്ള ഏരിയ ഉണ്ടാവും, അതുപോലെ ലോങ് ലൊക്കേഷൻ, കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങള്, അങ്ങനത്തെ എല്ലാം ഇത് നോക്കിയിട്ട് നമ്മൾ റേറ്റ് നോക്കി ചെയ്യാം. ഇത് നമ്മൾ ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ബോർഡർ കളേഴ്സ് വേറെ കളേഴ്സ് ഒക്കെ ആയിട്ട്. ഇപ്പൊ ചെറിയൊരു ബോർഡർ ചെയ്ത് 2 കളേഴ്സ് വെക്കാം, 3 കളേഴ്സ് വെക്കാം. ഇതൊക്കെ എങ്ങനെ വേണ്ട ആ മെത്തേഡ് കസ്റ്റമേഴ്സിന് എന്നാ വേണ്ടേ അതേപോലെ നമ്മൾ ചെയ്തു കൊടുക്കും. അത് ശരി. ചെറിയ കുട്ടികളെ ചിലപ്പോ കോമ്പസിനോട് അല്ലെങ്കിൽ കത്തിനോട് ഇങ്ങനെ കളയാൻ നോക്കിയാല് ആ സാധനം വീണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളം മിക്സ് ആക്കിയിട്ട് വീണ്ടും അപ്ലൈ ചെയ്യാം. അതെന്നെ എടുത്തിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം മിക്സ് ആക്കാം, വീണ്ടും അപ്ലൈ ചെയ്യാം. അത് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? ഞാനിപ്പോ ചെയ്തു, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എവിടെ വരെ നിങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്? ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ചെയ്തു കൊടുക്കും. ചെയ്തല്ല പ്രോഡക്റ്റ് കൊടുക്കും. ചെയ്തു കൊടുക്കുന്നത് നമ്മൾ കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ ഏത് ജില്ലയാണെങ്കിലും അവിടെ സ്റ്റാഫ് ഉണ്ടാവും. അവിടെ നിങ്ങളെ ലൊക്കേഷൻ പറ, നിങ്ങളെ മോഡൽ സെലക്ട് ചെയ്ത ആൾ വന്നിട്ട് അപ്ലൈ ചെയ്ത് തരും. സ്വന്തമായിട്ട് ചെയ്യേണ്ടവർക്ക് നിങ്ങൾ വേണമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഈ സാധനം പർച്ചേസ് ചെയ്യാം ആമസോണില്, ഇന്ത്യൻ മാർട്ടില്. എന്താ ഇതിന് കൊടുക്കേണ്ടത്? നമ്മളിപ്പോ ആമസോണിലൊക്കെ അടിക്കുമ്പോൾ എന്താ കൊടുക്കേണ്ടത്? ഹൈടെക് ലിക്വിഡ് വാൾപേപ്പർ ജസ്റ്റ് അത് അടിച്ചു കൊടുത്താൽ ജസ്റ്റ് അടിച്ചാൽ മതി. ഇന്ത്യൻ മാർട്ടിലാണെങ്കിൽ ഗൂഗിളിലാണെങ്കിൽ നമ്മളെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ വെച്ചാൽ ഇതിന്റെ ചെയ്യണ മെത്തേഡും കാര്യമെല്ലാം ഇതിൽ തന്നെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. ഒരു 6 ലിറ്റർ വെള്ളം യൂസ് ചെയ്യണം. വെള്ളം യൂസ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യാം. 6 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര എങ്ങനെയാണ്? 1 കിലോനാണ് 6 ലിറ്റർ വെള്ളം. 1 കിലോ മതി. അത് 1 കിലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാണുന്ന ഈ ഒരു പാക്കറ്റ് അല്ലേ? ഇത് 1 കിലോ. പിന്നെ ഇതിന്റെ ഹാഫ് kg വരുന്നുണ്ട്. ചെറിയ കസ്റ്റമർ ചെറിയ ഏരിയ, ചെറിയ ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് വേണോ പറയുമ്പോൾ നമ്മൾ ഹാഫ് kg ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓ അത് ശരി. ഹാഫ് kg വെച്ചാൽ ഇതിന്റെ പകുതി എമൗണ്ട് വരും. അഡീഷണൽ എമൗണ്ട് അങ്ങനത്തെ ഒന്നുമില്ല. അത് വെച്ചാൽ നമ്മളെ പെയിന്റർമാർക്കും അതുപോലെ ഇന്റീരിയർ ചെയ്യുന്ന ടീമിനെല്ലാം കുറച്ച് എളുപ്പമായിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാട്ടെ. ഇത് നോക്കിയാൽ ഇത് എത്രയും ഭാഗം ഒരു ചുമര്, ഞാൻ പറഞ്ഞില്ല ഒരു സൈഡാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഞാൻ ഒരു ചെറിയൊരു പാർട്ടും കൂടി ഉള്ളൂ, അതും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗം കണ്ട് ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പെയിന്റിങ് ഉണ്ടല്ലോ, അതൊരു ചെറിയ രീതിയിൽ പിങ്ക് ആ ഒരു ബ്ലാക്ക് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, തെളിഞ്ഞ് കാണുന്നുണ്ട് ചെറിയ രീതിയിൽ. പക്ഷെ അത് ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് ഫുൾ ഡ്രൈ ആവുമല്ലോ, ഡ്രൈ ആയി കഴിഞ്ഞാൽ അതൊക്കെ കവർ ആവുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, എന്തായാലും ഒരു 48 മണിക്കൂർ കഴിയണല്ലോ അത് മൊത്തം ഒന്ന് ഉണങ്ങി കിട്ടണമെങ്കിൽ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി നോക്കിയേ, ഇതിൻ്റെ എല്ലാം ഇടയിലായി ഓറഞ്ചും ബ്ലാക്കും വൈറ്റും ഒക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത്. ഇതെല്ലാം ശരിക്കും കളർ ഇത് കുറച്ചുകൂടി ലൈറ്റ് ആവും ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ തൊടുന്ന സമയത്ത് ഒരു വെള്ളവും ഗമ്മൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിതിനെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ഒന്ന് ഡ്രൈ ആവട്ടെ. 48 മണിക്കൂർ കഴിയണം ഇതൊന്ന് കറക്റ്റ് ഡ്രൈ ആയി കിട്ടണമെങ്കിൽ. 3 ദിവസം കഴിഞ്ഞുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ലൈറ്റ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഉറച്ച് നിന്നിട്ടുണ്ട്. ആദ്യ ദിവസമൊക്കെ ഇത് തൊടാനൊരു പേടിയായിരുന്നു. ഇതിപ്പം വലിച്ച് പറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോരുന്നൊന്നുമില്ല, നല്ലൊരു പവറിൽ തന്നെ നിന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. നമ്മൾ പുട്ടിയൊക്കെ ഇട്ടതുപോലെ തന്നെയുള്ള ശ്രദ്ധ ഇതിൻ്റെ മുകളിൽ കൊടുക്കണം. സാധാരണ രീതിയിൽ നമ്മൾ പുട്ടീൻ്റെ മുകളിൽ എന്തെങ്കിലും വന്ന് ഷാർപ്പായിട്ടുള്ള സംഭവം തട്ടിക്കഴിഞ്ഞാൽ അത് ഇളകി പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. ഇൻ കേസ് കുട്ടികളോ ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഇളകി പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തന്നെ അതിൽ ഒരു വെള്ളം കൊടുത്തിട്ട് അത് ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ആ ഒരു കാഴ്ച കൂടി ഞാൻ നോക്കട്ടെ, എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട്, ഞാനൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്കത് ഇളക്കി നോക്കാം. ജസ്റ്റ് ഒരു ഷാർപ്പായിട്ടുള്ള സംഭവം വെച്ച് ഞാൻ കുത്തി ഇളക്കി നോക്കുകയാണ്. അത് നമുക്ക് പിന്നെ അത് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്ത് പെട്ടെന്ന് കൂടെ ഇളകി വരുന്നില്ല, ഒരു പവർ ഉണ്ട് അതിന്. ഈ ഒരു ഭാഗം ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി എടുക്കുകയാണ്. ഇത് ഇവിടെ തന്നെ നമുക്ക് ഫിറ്റ് ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ,
ഈ ഭാഗം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കൊടുത്തിട്ട് അതെങ്ങനെയാണ് അതിന്റെ ആ ഒരു ഭാഗം വരുന്നത് എന്ന് ഞാൻ നോക്കട്ടെ. ഒന്ന് സ്പ്രേ ചെയ്തിട്ട്, അങ്ങനെ എന്നോട് പറഞ്ഞത്, ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അതിന്റെ മുകളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ അവിടെ ഒട്ടി നിൽക്കും എന്നാണ് പറഞ്ഞത്. നോക്കട്ടെ അവിടെ ഒട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യം. എന്തായാലും അടിപൊളി സംഭവം, സൂപ്പർ ആയിട്ടുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അടുത്ത് വന്നാൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഒരു ഫിനിഷിങ്ങോട് കൂടി തന്നെ ഞാൻ ജസ്റ്റ് കയ്യോടെ ചെയ്തത്. ടൂള് കയ്യിലില്ലാത്തതുകൊണ്ട് അവര് ഇല്ലല്ലോ, അവര് 3 ദിവസം മുന്നേ പോയതാണ്. ജസ്റ്റ് കയ്യോട് മാത്രം ചെയ്തെടുത്തു എന്ന് മാത്രം. സ്വയം തൊഴിൽ അന്വേഷിക്കുന്നത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ. ഈ ഒരു ലിക്വിഡ് വാൾപേപ്പർ എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാഗ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ വീടുകളിൽ ചെയ്തു കൊടുക്കാം. അതായത് ഇത് ചെയ്തെടുക്കാൻ വളരെ സിമ്പിൾ ആണ്, പഠിച്ചെടുക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ്. പഠിച്ചെടുത്താൽ നല്ലൊരു വരുമാന മാർഗം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം ഇതൊരു 100 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വരുന്നുണ്ട്. ഒരു 1.25 ബാഗ് എടുത്തുള്ളൂ. 1 kg വെച്ചിട്ട് ഒരു 1.25 ബാഗ് ഇത് മൊത്തത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ സാധാരണ ഏത് വാൾപേപ്പർ ആയി കഴിഞ്ഞാൽ ഇളകിപ്പോയി അത് പോയത് തന്നെയാണ്. ഇതാവുമ്പോൾ നമുക്ക് പിന്നെയും അത് ഫിറ്റ് ചെയ്യാം. തിരിച്ച് അതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഇതിന്റെ പുറകിലുണ്ട്. 5 വർഷം ഗ്യാരണ്ടി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഗ്യാരണ്ടിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ടുള്ള വർഷങ്ങൾ കഴിയുമ്പോൾ എത്രമാത്രം ഇതിന്റെ പവർ ഉണ്ട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ചെയ്തതിൽ ഫുള്ളായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല വർക്കാണ്, നല്ല പവർ ഒക്കെ ഇതിലുണ്ട്. അതിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാട്ടോ. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. 1 kg വരുന്നുണ്ട്, അതേപോലെ തന്നെ 1/2 kg ബാഗുകൾ വരുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം, വിളിച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.